പ്രസാദ്, ഈ തീയതി വളരെ പ്രധാനപ്പെട്ടതാണ്. MLA ആണ്, നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി പരിഗണിച്ചിട്ടുണ്ട് എന്ന് വേണ്ടേ കരുതാൻ? ഉറപ്പായും അത് എല്ലാം കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഒരു വിശദമായ ഒരു വിലയിരുത്തലിലേക്ക് കോടതി എന്തായാലും പോയിട്ടുണ്ടാവില്ല. പ്രാഥമികമായ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ്. പിന്നീട് ഇനി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴായിരിക്കും വിശദമായ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുക. നേരത്തെ സുജയ പറഞ്ഞതുപോലെ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം തന്നെയാണ്. കഴിഞ്ഞ 10 ദിവസമായി പോലീസ് പിറകെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. ഇനിയിപ്പോൾ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിച്ചു കഴിയേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, അല്പസമയം മുമ്പ് കൂടി കെ മുരളീധരൻ പറഞ്ഞത് ഇത് സർക്കാരിൻ്റെ ഒരു ഒത്തുകളിയാണ്, തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പ്രതിയെ പിടിച്ചുകൊണ്ട് അത് വോട്ട് തട്ടാനുള്ള ശ്രമമാണ് തുടങ്ങിയ രീതിയിലാണ് നേരത്തെ കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം പ്രതികരിച്ചത്. ഇനിയിപ്പോൾ അത്തരം പ്രതികരണത്തിനും പ്രസക്തിയില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് വോട്ടെണ്ണി കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷമാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. അതുവരെ അറസ്റ്റും പാടില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനും കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനിടയിൽ സജീവമാകാൻ സാധ്യതയുള്ളത് രണ്ടാമത്തെ പരാതിയാണ്. രണ്ടാമത്തെ പരാതിയിൽ പെൺകുട്ടിയെ കൺവിൻസ് ചെയ്യിക്കാൻ അന്വേഷണ സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അതൊരു മൊഴിയായി രേഖപ്പെടുത്തും, രഹസ്യമൊഴി രേഖപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസ് അത് ആദ്യത്തെ കേസിനേക്കാളും നിയമപരമായി നിൽക്കാൻ ഒരുപാട് സാധ്യതയുള്ള കേസുകളാണ്. ആ പരാതിയിൽ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ രഹസ്യമൊഴിയായി കൂടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി മറ്റ് പിടിവള്ളികൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലാതാകും എന്നുള്ളതാണ്. കാരണം കുറെ കൂടി ഗൗരവമുള്ള പരാതിയാണ് രണ്ടാമത്തെ പരാതി. രണ്ടാമത്തെ പരാതിയിൽ പെൺകുട്ടി മൊഴി നൽകുമെന്ന ആത്മവിശ്വാസമാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അറസ്റ്റ് തടഞ്ഞ നടപടി എന്നുള്ളത് അത് ആദ്യ കേസുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ കേസ് ഇതിനകം തന്നെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ FIR രേഖപ്പെടുത്തി കഴിഞ്ഞു. അത് ആ പരാതിയിലെ ഉള്ളടക്കത്തിൻ്റെ ഗൗരവം കൊണ്ടാണ് അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായത്. ഇനിയിപ്പോൾ ആ പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറാവുകയാണെങ്കിൽ വീണ്ടും ഒരു കടുത്ത പ്രതിരോധത്തിലേക്ക് കുരുക്കുമുറുകുന്ന നിലയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജീവിതം വീണ്ടും മാറും എന്നുള്ളതാണ്. വീണ്ടും ഒളിവിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടതായും വരും. അത്രയേറെ ഗൗരവമുള്ള പരാതിയാണ് രണ്ടാമത്തെ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഡിസംബർ 15 കേസ് പരിഗണിക്കുമ്പോഴായിരിക്കും നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഉണ്ടായ വാദമുഖങ്ങൾ വീണ്ടും ഹൈക്കോടതിയുടെ മുമ്പാകെ അവതരിപ്പിക്കുക. അങ്ങനെ ഹൈക്കോടതിയുടെ മുമ്പാകെ പുതിയ എന്ത് വാദങ്ങളാണ് പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ്. പ്രതിഭാഗത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂഷന്റെ വാദങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ കേസിൽ. എന്തായാലും കുറച്ച് ദിവസത്തെ ആനുകൂല്യം കിട്ടുന്നു. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു വലിയ തടസ്സം മുന്നിൽ ഇല്ലാതെ തന്നെ വളരെ റിലാക്സായി ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പിടികൂടുമോ എന്നൊരാശങ്ക, അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിടികൂടാൻ കഴിയില്ലയോ എന്നൊരാശങ്കയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പ്രതിരോധത്തിൻ്റെയും ആവശ്യം ഇനിയില്ല. കാരണം പാർട്ടിക്ക് പുറത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇനിയിപ്പോൾ ഒളിവ് ജീവിതം അവസാനിച്ചുവെന്ന് MLA സ്ഥാനം മറ്റ് നേതാക്കളെല്ലാം പറഞ്ഞതുപോലെ രാജിവെക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ്. ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തു വന്നാൽ രാജിവെക്കണം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് ആരെങ്കിലും ആവശ്യപ്പെടുമോ എന്നുള്ളതാണ്. രണ്ടായാലും തീരുമാനമെടുക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. പാർട്ടി നിർത്തി പാർട്ടി ജയിപ്പിക്കുന്ന ആൾ MLA ആയിക്കഴിഞ്ഞാൽ MLA സ്ഥാനം തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അത് MLA ആയിരിക്കുന്ന വ്യക്തിക്കാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്തായാലും ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് താൽക്കാലികമായി ഒരു ആശ്വാസം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പൂർണ്ണമായി ആശ്വാസം ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. കാരണം ഡിസംബർ 15 മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ആ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ സ്വാഭാവികമായി അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പ്രത്യേക സംഘത്തിന് പോകാം. മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അതൊരു സ്ഥിരം ആശ്വാസമായി മാറും എന്നത് തന്നെയാണ് സുജയ. ഓക്കെ, നമുക്കൊപ്പം ശ്യാം ദേവരാജ് കൂടിയുണ്ട്. ശ്യാം ദേവരാജ്, നോ ടു അറസ്റ്റ് അത് ആശ്വാസമായി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആശ്വാസം 15-ാം തീയതിയിൽ ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നതുവരെയാണ്. ഈ ജാമ്യ ഹർജിയിൽ എന്തായിരുന്നു രാഹുലിന് അനുകൂലമായി മാറിയ ഘടകം? രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല. കാരണം ഇതൊരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബലാത്സംഗമാണ്, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധമാണ് എന്ന കാര്യമാണ് ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ട് തന്നെ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വാദമായി തന്നെ ഉന്നയിച്ചിരുന്നു. അക്കാര്യമാണ് ഹൈക്കോടതി പരിഗണിച്ചത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അംഗീകരിക്കുന്നു. മാത്രമല്ല
രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയ വാദങ്ങളും ഗൗരവതരമാണ്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉയർത്തിയ വാദങ്ങൾ ഗൗരവതരമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ കൂടി പരിശോധിച്ച് പ്രോസിക്യൂഷന്റെ വാദം കൂടി കേട്ടതിന് ശേഷം മാത്രമേ അന്തിമ തീരുമാനമെടുക്കാനാകൂ. അതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടയുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ തീരുമാനമെടുക്കും വരെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടയുന്നു എന്ന നിലപാടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചത്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമെന്ന ഒരു വാദം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലും ഉയർത്തിയിരുന്നു. അതേ കാര്യമാണ് ഹൈക്കോടതിയിലും ഉയർത്തിയത്. ആ വാദമാണ് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നത്, പ്രാഥമികമായി അംഗീകരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇത് ഇങ്ങനെയല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദങ്ങൾ ഇങ്ങനെയല്ല, ഇത് തെറ്റാണ് എന്ന് പ്രോസിക്യൂഷന് എത്രമാത്രം തെളിയിക്കാനാകും? അതിനുള്ള തെളിവുകൾ 15-ാം തീയതിക്കുള്ളിൽ ഈ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഹാജരാക്കണം. അത് അത്രയും ശക്തമായ തെളിവുകളാണെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദങ്ങളെ ഖണ്ഡിക്കുന്ന നിലപാടാണ് എങ്കിൽ സ്വാഭാവികമായും അത് രാഹുൽ മാങ്കൂട്ടത്തിന് അന്തിമമായ ഒരു തീരുമാനം ഒരുപക്ഷെ എതിരാകാം, അല്ലെങ്കിൽ അനുകൂലമാകാം. അതെന്തായാലും ഹൈക്കോടതി പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കൂടി കേട്ടതിന് ശേഷമായിരിക്കും അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പ്രാഥമികമായി സ്വീകരിക്കുന്ന നിലപാട് എന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദങ്ങൾ ഗൗരവതരമാണ്, അത് പരിഗണിക്കപ്പെടേണ്ടതാണ്. അക്കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്നത്, ഇതിൽ അന്തിമമായ തീരുമാനം എടുക്കുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടയുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി കാത്തിരിക്കേണ്ടത് പ്രോസിക്യൂഷൻ എന്തൊക്കെ നിലപാടാണ്.